രാമേട്ടാ രാമേഷേട്ടാ നമസ്കാരം. നമസ്കാരം. രാമേഷേട്ടാ, ഞാൻ ഇപ്പോ വന്നത് പിന്നെ നിങ്ങൾ മുമ്പേ താമസിച്ച പഴയ വീടില്ലേ, ആ വീട് വാടക കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അതേപോലെ നിങ്ങൾ ഈ പിന്നെ കടമുറിയില്ലേ, അതിന്റെ മുകളിലത്തെ ഭാഗമൊക്കെ കൊടുക്കുന്നുണ്ട് പറയുന്നത് കേട്ടു. അപ്പൊ അതിന്റെ പൂർണ്ണമായ വിവരങ്ങളൊന്നും അറിയാൻ വേണ്ടി ചെയ്യാൻ പതിന്. അപ്പോ കാര്യങ്ങളിലൊന്ന് പറഞ്ഞു തരൂലേ? ഇനി വാ, കയറി വാ, എല്ലാം കാണിച്ചു തരാം. ഓക്കെ ഓക്കെ രാമേഷേട്ടാ, ഞാൻ വരാം അങ്ങോട്ട്. നല്ല പാർട്ടി നോക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ലേഡീസ് ഹോസ്റ്റൽമാരി കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ആക്കിയിട്ട് കൊടുക്കാമെന്നാണ് നമ്മളെ മനസ്സിലുള്ള ഉദ്ദേശം. ഓരോ റൂമും നോക്കിക്കോ, എല്ലാ സൗകര്യങ്ങളും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ സംവിധാനങ്ങളും ഇതെല്ലാം നമ്മൾ കൂടുതലും നമ്മളെ വീട് തൊട്ടുമുട്ടിയിട്ട് നമ്മൾ താമസിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് കൊടുക്കാമെന്നല്ലേ. ലേഡീസ് ഇപ്പം നമ്മളെ വീട് ഇപ്പം മെഡിക്കൽ കോളേജ് അടുത്തല്ലേ, ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഇതല്ലേ. ഇപ്പോൾ ബസ് സ്റ്റോപ്പ് നാഷണൽ ഹൈവേ ഒക്കെ അടുത്താണ്. ഓക്കെ. അപ്പോൾ നല്ല കുട്ടികളെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു 3-4 കുട്ടിക്ക് കൊടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശം. അതിനുള്ള സംവിധാനങ്ങൾ എല്ലാം ആക്കിയിട്ട് ഇവിടെ അടുക്കള വരുന്നല്ലേ? അടുക്കള ഇവിടെയാണ്. അവർക്ക് ഇനി അവർക്ക് ഭക്ഷണം വെച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ ബാത്റൂമുണ്ട്, 2 ടോയ്ലറ്റ് ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. അതിപ്പോൾ അതിലിനി ബാത്റൂം ഇതെല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് ഒരു ക്ലോസറ്റ് ഫിറ്റാക്കേണ്ട പണിയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതാണ്. നമ്മൾ ഈ വീട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2 കിലോമീറ്റർ, തളിപ്പുറം 6 കിലോമീറ്ററിൻ്റെ ഇതായിട്ടാണ് വരുന്നത്. പിന്നെ എൻ്റെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ആ ബിൽഡിങ്ങിൽ അനാദിക്കടയുണ്ട്, ചെറിയൊരു ഹോട്ടലുണ്ട്, പിന്നെ ഒരു അക്ഷയ സെൻ്റർ ആയിട്ടുള്ള ഒരിതുണ്ട്. റോഡ് സൈഡിൽ നാഷണൽ ഹൈവേക്ക് തൊട്ടിട്ടാണ് ഇത് കിടക്കുന്നത്. പരിയാരം പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിനും പരിയാരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ബസ് സ്റ്റോപ്പിനും ഇടയിലായിട്ട് പരിയാരം സെന്റർ എന്നാണ് സ്റ്റോപ്പിന്റെ പേര്. പിന്നെ നാഷണൽ ഹൈവേന്റെ സർവീസ് റോഡിന് മുട്ടിയിട്ടാണ് ഈ ബിൽഡിങ്ങിന് തൊട്ട് പുറകിലായിട്ടാണ് വീട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് തളിപ്പറമ്പ് ഭാഗത്ത് പരിയാരം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരുമ്പോൾ സർവീസ് റോഡിന്റെ സൈഡിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഇതിപ്പോൾ ഈ കാണുന്നത് ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ അനാദിക്കടയുണ്ട്, നാരായണേട്ടൻ്റെ അനാദിക്കടയുണ്ട്. അതേപോലെ തൊട്ടടുത്ത് അക്ഷയ സെൻ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാർബർ ഷോപ്പാണ്. ഇതൊക്കെ രാമേഷേട്ടൻ്റെ തന്നെയാണ്. അതുപോലെ രാമേഷേട്ടൻ്റെ ഈ കടമുറി താഴത്തെ മുകൾ ഭാഗം വാടക കൊടുക്കാനുണ്ട്. അതിന്റെ സൗകര്യങ്ങളൊക്കെ എന്താണെന്ന് കാണാം. ചാവി എടുക്കട്ടെ. ഇത് മുകളിലത്തെ നിലയാണ്. ഇത് വാടക കൊടുക്കുന്ന സ്ഥലമാണ്, ഒരു മിനി ഹോളാണ്. അപ്പോൾ ഇതേത് ആവശ്യങ്ങൾക്കും, അതായത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ചെറിയ ഒരു മിനി ഓഡിറ്റോറിയം ഹാള്, അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു ചെറിയ ഓഫീസ് കൂടി അനുബന്ധമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മുറിയുണ്ട്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അതും ഉപയോഗിക്കാം. ഇവിടെ ഷട്ടർ വെച്ചിട്ടുണ്ട്. ഇത് വേണം ക്ലോസ് ചെയ്തിട്ട് വേറെ ആയിട്ട് ഉപയോഗിക്കാം. ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വളരെ നല്ല സൗകര്യമുള്ള മുറിയാണ്. ഏത് ആവശ്യക്കാർക്കും അവർക്ക് അനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രാമേഷേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇടാം. ഇത് പാർട്ടീഷനാണ്. ഇവിടെ ഒരു ഷട്ടർ ഉണ്ട്. വേണമെങ്കിൽ ഈ 2 റൂം എടുത്തിട്ട് ബാക്കി 2 റൂം വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. 2 സെപ്പറേറ്റ് ഡോറൊക്കെ ഉണ്ട്. ഒത്തിരി സൗകര്യമുണ്ട്. അപ്പോൾ ഇതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 റൂം ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് 2 റൂം വേറെ ആൾക്കാർക്ക് എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക.